തിരുവല്ല കൂട്ടബലാത്സംഗ കേസിൽ പോലീസിന് വീഴ്ചയില്ല എന്ന് പത്തനംതിട്ട SP R ആനന്ദ് പറയുന്നു. സ്പാ ഉടമ ഇതുവരെ പരാതി നൽകിയിട്ടില്ല. കേസ് എടുത്തത് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. പോലീസുകാർ മാസപ്പടി വാങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ഗുണ്ടാപിരിവ് എന്നാണ് പ്രാഥമികമായി പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരമെന്നും SP പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. ഒരു ബന്ധമുള്ള ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള നടപടികൾ പോലീസ് ശക്തമായിട്ട് എടുത്തിട്ടുണ്ട്. മുൻകാലങ്ങളിലെ നടപടി എടുത്ത് അത് സ്ട്രോങ് ആയിട്ട് വകുപ്പ് തല അന്വേഷണം അടക്കം നടന്നു വരുന്നുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി പീരീഡിൽ തന്നെ ഈ കേസ് അന്വേഷണം നടത്തി ചാർജ് ഷീറ്റ് കൊടുത്ത് ഈ ട്രയൽ അടക്കം നടത്താൻ ശിക്ഷ കിട്ടാനുള്ള അത്ര കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഡീറ്റെയിൽ അന്വേഷണ സംഘടനകൾ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ശ്രീരാജ് വിവരങ്ങളുമായിട്ടുണ്ട്. ശ്രീരാജ്, ഗുഡ് ഈവനിങ്. ഇപ്പം നടന്നിരിക്കുന്നത് ഒരു ഗുണ്ടാപിരിവല്ല, കൊട്ടേഷൻ ആണെന്നാണ് സ്പാ ഉടമ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സ്പാ ഉടമ പോലീസിന് പരാതി നൽകിയിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സ്പാ ഉടമ പറയുന്ന കാര്യം പോലീസ് മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? സദോ, ഗുഡ് ഈവനിങ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളെ കണ്ടതും അതുകൊണ്ട് തന്നെയാണ്. അതായത് തുടക്കം മുതൽ തന്നെ പോലീസിനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഈ കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സ്പാ നടത്തിപ്പുകാരുമായി ബന്ധപ്പെട്ട് ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവരുമായി ബന്ധമുണ്ട്. കൊട്ടേഷൻ സംഘങ്ങൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ചില പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പൂർണ്ണമായും ജില്ലാ പോലീസ് മേധാവി അതിനെ തള്ളിക്കൊണ്ടാണ് ഒരു വാർത്താ സമ്മേളനം ഇപ്പോൾ വിളിച്ചത്. തള്ളിക്കൊണ്ട് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗസ്ഥർ അങ്ങനെ ഒരു കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായ നടപടി അവർക്കെതിരെ സ്വീകരിക്കുമെന്ന് ഉള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ആഭ്യന്തര അന്വേഷണം ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ആഭ്യന്തര അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ കൊട്ടേഷൻ സംഘങ്ങളുമായോ അല്ലെങ്കിൽ ഈ സ്പാ നടത്തിപ്പുകാരുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെങ്കിൽ കൃത്യമായും അവർക്കെതിരെ നടപടിയെടുക്കുമെന്നുള്ള കാര്യത്തിൽ SP ഉറപ്പ് തരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തുടക്കത്തിൽ കേസ് എടുക്കാൻ അല്ലെങ്കിൽ കേസ് വിവരങ്ങൾ പുറത്തു പറയാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച വന്നു. അത് പോലീസ് മനഃപൂർവ്വം വാർത്ത നൽകാഞ്ഞതാണ്, പ്രസ് റിലീസ് നൽകാത്തതാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു വെക്കുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ കേസ് എടുത്തിട്ടുള്ളത്. പോലീസ് നേരിട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നേരിട്ടെത്തിയാണ് ഈ പെൺകുട്ടികളുടെ മൊഴി എടുക്കുന്നത്. അവർക്ക് വേണ്ട മാനസിക പിന്തുണ, മാനസിക ധൈര്യം പോലീസ് നൽകി. ഈ സംഭവം നടന്നതിന് പിന്നാലെ FIR ഇടാൻ വൈകിയതും വാർത്താക്കുറിപ്പ് ഇറങ്ങാൻ വൈകിയതും ഒക്കെ അതൊന്നും വീഴ്ചയല്ലെന്നാണ് ഇപ്പോൾ SP പറയുന്ന അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് സേതു, തുടക്കത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉണ്ടായപ്പോൾ, അതായത് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നു, 2 പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു, ഈ ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ പോലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രസ് റിലീസ്, ഈ വാർത്ത പുറത്തേക്ക് വരാൻ പാകത്തിലുള്ള ഏതെങ്കിലും വിവരങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിരുന്നില്ല. ഇത് പ്രധാനമായും ഒരു ആരോപണമായി പോലീസിന് നേരെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ പോലീസ് പറഞ്ഞിരുന്നത് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്ത് നൽകി കഴിഞ്ഞാൽ ഈ ഇരകളെ വെളിവാകുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഇരകളെ പുറത്തറിയുമെന്ന ഒരു ആശങ്ക കൊണ്ടാണ് തങ്ങൾ അത്തരത്തിലുള്ള റിപ്പോർട്ട് നൽകാതിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ എന്തായാലും ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ, ഒത്തുകളി ഗുണ്ടാ സംഘങ്ങളുമായോ സ്പാ ഉടമകളുമായോ പോലീസിന്റെ ഏതെങ്കിലും ആളുകൾക്കുണ്ടെങ്കിൽ അതിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷേ ഈ വാർത്ത നൽകാൻ താമസിച്ചതിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ന്യായീകരണത്തിനൊന്നും തന്നെ നിലവിൽ ശ്രമിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ഉള്ള ഏതെങ്കിലും തരത്തിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർക്കെങ്കിലും ഈ സ്പാ ഉടമകളുമായോ ഇവരുമായോ ബന്ധമുണ്ടെങ്കിൽ അതിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ബെർലിൻ ദാസ് അതുപോലെ തന്നെ പ്രധാന പ്രതിയായ സുബിൻ അലക്സാണ്ടർ എന്നീ 2 പ്രതികളെ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സുബിൻ നേരത്തെ കാപ്പ കേസ് ചുമത്തപ്പെട്ട ആളാണ്. ഇനിയും അയാൾക്കെതിരെ കാപ്പ ചുമത്തുമെന്ന കാര്യം കൂടി പോലീസ് പറഞ്ഞു വെക്കുന്നുണ്ട്. 4 പേരെ കൂടി ഇനി ഈ കേസിൽ അറസ്റ്റ് ചെയ്യാനുണ്ട്. 4 പേർക്കും വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമാണെന്നും നിലവിൽ SP പറയുന്നു. വ്യക്തമാണ്. അപ്പോ തിരുവല്ല കൂട്ടബലാത്സംഗ കേസിൽ പോലീസിന് വീഴ്ചയില്ല എന്നാണ് പത്തനംതിട്ട SP R ആനന്ദ് പറയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു നമ്മുടെ ശ്രീരാജ് പത്തനംതിട്ടയിൽ നിന്ന്.